പ്രൈസ് ദ ലോർഡ്. ഈ പുണ്യവേദിയിൽ വന്ന് നിൽക്കാൻ അനുവദിച്ച എൻ്റെ ഈശോ അപ്പച്ചനും മേരി മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സ്മിത സ്റ്റാലിൻ. ഞങ്ങൾ 14 വർഷമായിട്ട് കാനഡയിൽ സെറ്റിൽഡാണ്, അവിടുത്തെ സിറ്റിസൺസ് ആണ്. ഞാൻ ആദ്യത്തെ സാക്ഷ്യം വന്ന് പറഞ്ഞത് 2022 അപ്പോൾ ഞാൻ വന്ന് പറഞ്ഞത് എനിക്ക് RN ലൈസൻസ് കിട്ടിയതും NCLEX പാസ്സായതിൻ്റെയും പിന്നെ എൻ്റെ പിള്ളേരുടെ വിസയുടെ കാര്യമാണ് ഞാൻ സാക്ഷ്യമായിട്ട് ഇവിടെ വന്ന് പറഞ്ഞത്. അതിനുശേഷം അത് സെപ്റ്റംബർ 2022 ഞാനിവിടെ വന്ന് പറഞ്ഞിട്ട് പോയത്. അപ്പം ഞങ്ങൾ ശരിക്കും സ്റ്റേ ചെയ്യണത് ആൽബർട്ട എന്ന് പറഞ്ഞ ഒരു പ്രോവിൻസിൽ എഡ്മൻറ്റൺ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് RN ലൈസൻസ് കിട്ടിയത് ഒണ്ടാരിയോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൽബർട്ടയിൽ നിന്ന് 4.5 hours ഫ്ലൈറ്റ് യാത്ര ചെയ്ത് പോകേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ആ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽബർട്ടയിൽ RN ലൈസൻസ് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമായിരുന്നു. ലൈക്ക് റൂൾസ് ഭയങ്കര ഹാർഡായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഒണ്ടാരിയോയിലെ റൂൾസൊക്കെ ഒരു ഇച്ചിരി ലീനിയൻ്റ് ആയതുകൊണ്ട് ഞങ്ങളൊക്കെ എൻ്റെ പോലെ കുറേ പേര് ഒണ്ടാരിയോ വഴിയാണ് RN ലൈസൻസ് അപേക്ഷിച്ചത്. അപ്പോൾ ഇപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് RN ലൈസൻസ് ഒണ്ടാരിയോയിൽ കിട്ടിയതുകൊണ്ട് ആൽബർട്ടയിലേക്ക് ഞാൻ ആ ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഞാൻ ഈ ഒണ്ടാരിയോ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് 1135 hours ഞാൻ അവിടെ പോയി വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ആൽബർട്ട ലൈസൻസ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു നമ്മൾ പോരാ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു അന്യരാജ്യത്താണ്, പിന്നെ നമ്മൾ കുടുംബത്തോടെ അവിടെ സെറ്റിൽ പിന്നെ പിള്ളേരൊക്കെ ആയിട്ട് അവിടെ ഒരു സ്ഥലത്ത് സേഫായിട്ട് നിൽക്കണേണ്. ആ സമയത്ത് അവരെയൊക്കെ വിട്ടിട്ട് ഒരു അറിയാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക്, അതും കൂടുതൽ നമുക്ക് ആ സമയത്ത് ഒണ്ടാരിയോയിലൊക്കെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻറ്റീരിയർ ഏരിയ, ഒരു റൂറൽ ഏരിയയിലേക്കായിരിക്കും നമുക്ക് കിട്ടണത്, ശരിക്കും ആൾക്കാരൊന്നും അധികം ഇല്ലാത്ത സ്ഥലത്തേക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ ശരിക്കും അതും പിന്നെ ഫാമിലി വിട്ട് പോണതിൻ്റെയും ഒരു വിഷമം ശരിക്കും നമുക്ക് എല്ലാവർക്കും. ഇപ്പോൾ എൻ്റെ പിള്ളേരെന്ന് വെച്ചാൽ ഇച്ചിരി കൂടി വലുതാണ്, 10-13 വയസ്സായി. എന്നെക്കാളും കുഞ്ഞു പിള്ളേരുള്ള പിള്ളേർ വരെയും ഇതിനു വേണ്ടി ഒണ്ടാരിയോയിലേക്ക് ട്രാവൽ ചെയ്ത് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും അത് ഭയങ്കര ഒരു മനസ്സിന് ഒരു ഭാരവും പിന്നെ പേടിയും ഇതെല്ലാം കൂടി കലങ്ങിയ ഒരു ഫീലിങ്സ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒക്ടോബർ 15 2022 എനിക്ക് അവിടെ ജോലി കിട്ടിയിട്ട് ഞാനും എൻ്റെ കസിൻ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് സൗത്ത് ആംപ്ടൺ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്, ഒണ്ടാരിയോയിലെ സൗത്ത് ആംപ്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ പോയി ജോലി കിട്ടി, അവിടെ ജോലി തുടങ്ങി. ബട്ട് ഇറ്റ് വാസ് ലൈക്ക് ഭയങ്കര ഹാർഡായിരുന്നു. ഹാർഡെന്ന് വെച്ചാൽ ജോലി കുഴപ്പമൊന്നുമില്ല, പക്ഷേ അവിടെ ഒന്ന് അഡാപ്റ്റായി വരാൻ ഭയങ്കര ഹാർഡ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ചേച്ചി പറഞ്ഞ്, സ്മിത ഞാൻ ഉടമ്പടി എടുക്കുന്നുണ്ട്, സ്മിതയുടെ ഒരു നിയോഗം എൻ്റെ അകത്തേക്ക് ഞാൻ വെക്കണ്, അപ്പോൾ സ്മിത ഒരു നിയോഗം പറയാൻ പറഞ്ഞു. ഞാൻ എന്താണെന്ന് എനിക്കൊന്നും അറിയത്തില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ ഇത്രേ വന്നുള്ളൂ, മാതാവേ എൻ്റെ പോലെ കുറേ പേര് ഇതുപോലെ മക്കളെയൊക്കെ വിട്ടിട്ട് ഈ അന്യനാട്ടിൽ വന്ന് കിടന്ന്, അതും പോരാത്തിന് അന്യനാട്ടിൽ തന്നെയാണ്, എന്നിട്ടും അവിടെ നിന്നും പിന്നെയും അകന്ന് പോയി വേറൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യുന്നുണ്ട്. അത് വലിയൊരു ഒരു 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 പാടുള്ള കാര്യം തന്നെയാണ്. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്കറിയാം എൻ്റെ സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ടെന്ന്. ആ മാതാവ് മോനോട് പറഞ്ഞിട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഈ റൂൾസ് മാറ്റിയിട്ട് ഈ 1135 hours എന്ന് പറഞ്ഞ ഈ റൂൾസ് മാറ്റിയിട്ട് എനിക്ക് അവേഴ്സ് കുറച്ച് തന്നെ. ഇങ്ങനെ തന്നെയാണ് ഞാൻ ആ ഈ നിയോഗത്തിൽ എഴുതി ഞാൻ വിട്ടേക്കുന്നത്. എൻ്റെ ഇത് ഞാൻ വിടുന്നത് ഒക്ടോബർ 24, 2022 6 days കഴിഞ്ഞപ്പോഴത്തേക്കും ഒക്ടോബർ 30 ഞങ്ങൾ ന്യൂസ് കേൾക്കാൻ തുടങ്ങി, ആൽബർട്ടയിൽ റൂൾസ് മാറാൻ തുടങ്ങുവാണ്. ലൈക്ക് അവർക്ക് അവേഴ്സ് ചുരുക്കി എങ്ങനെയാണെന്ന്, ലൈക്ക് ഓൾ വെർ സോ സർപ്രൈസ്ഡ്, എങ്ങനെയാണെന്നൊന്നും നമുക്ക് ആർക്കും അറിയത്തില്ല. പക്ഷെ ആ സമയത്ത് ഞാനിവിടെ കേട്ടുകൊണ്ട് എൻ്റെ കൈ ഇപ്പോൾ വിറയ്ക്കുന്നുണ്ട്. ഞാൻ അപ്പോൾ ആ സമയത്ത് പറഞ്ഞു, എനിക്ക് അവിടെ ലൈക്ക് ഐ വാണ്ടഡ് ടു സ്ക്രീം, ഞാൻ ഒച്ചത്തിൽ എനിക്ക് സ്ക്രീം ചെയ്ത് പറയണമെന്നുണ്ടായി. ഇത് എൻ്റെ അമ്മ മാതാവാണ് ഇത് മാറ്റിയേക്കണേ, എൻ്റെ സഞ്ചാരി മാതാവ് ചെന്നിട്ടാണ് അവിടെ റൂൾസ് മാറ്റിയെന്ന് എനിക്ക് ഒച്ചത്തിൽ പറയണമെന്നുണ്ടായി. അപ്പോൾ അത് ലൈക്ക് ഒക്ടോബർ 30 ഞാൻ ഈ റൂൾ കേൾക്കുന്നത്. November 17, 2022 വിത്ത് ലൈക്ക് 1135 hours വേണ്ട സ്ഥലത്ത് വെറും 80 മണിക്കൂറുള്ള എനിക്ക് അവിടെ ലൈസൻസ് കിട്ടി. എനിക്ക് മാത്രമല്ല, എൻ്റെ പോലെ ഇതുപോലെ കുറേ പിന്നെ മാറി നിൽക്കുന്ന എല്ലാവർക്കും ലൈസൻസ് കിട്ടി. ഞങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ച് ആൽബർട്ടയിലേക്ക് വരാൻ പറ്റി. അതിന് ദൈവത്തിന് 1000 നന്ദി പറയുന്നു. അതേപോലെ തന്നെ ഈ ലൈസൻസ് കിട്ടി ഞാൻ ആൽബർട്ടയിൽ കാല് കുത്തുന്നതിന് മുമ്പ് തന്നെ ആൽബർട്ടയിൽ
ആൽബർട്ട ഹെൽത്ത് സർവീസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട്. അവിടെ റോയൽ അലക്സാണ്ടർ ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് ജോലി കിട്ടിക്കൊണ്ടാണ് ഞാൻ കാലുകുത്തുന്നത്. ദാറ്റ് വാസ് ഓൾസോ ലൈക്ക് എല്ലാം പ്ലാൻഡ് ആയിരുന്നു. ഈശോ എനിക്ക് വേണ്ടി എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചേക്കണായിരുന്നു. അപ്പോൾ തന്നെ ജോലി കിട്ടി. ജോലി നല്ലോണം പോയിക്കൊണ്ടിരിക്കുന്നു. ഇച്ചിരി ഹാർഡായിരുന്നു, കാരണം ആ ലൈസൻസ് എനിക്ക് കിട്ടിയത് തന്നെ 11 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. അതാണ് ഞാൻ പ്രീവിയസ് സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ 10-11 വർഷങ്ങളുടെ ഗ്യാപ്പ് വന്ന സ്ഥിതിക്ക് എനിക്ക് നല്ലോണം ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എല്ലാം സ്കിൽസ് പോയതുപോലെ തന്നെയായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന്. പക്ഷേ എനിക്കറിയത്തില്ല, എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എൻ്റെ പോക്കറ്റിൽ എപ്പോഴും കൊന്തയുണ്ടാവുമായിരുന്നു. ആ കൊന്തയിൽ മുറുക്കി പിടിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ യൂണിറ്റിലേക്ക് കയറി ചെല്ലണത്. എന്നിട്ട് ലൈക്ക് ഞാൻ എങ്ങനെയാണെന്നോ എല്ലാം ദൈവം അനുഗ്രഹിച്ച് എല്ലാം സ്മൂത്തായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ലൈക്ക് ഭയങ്കര ഈസി ആയിട്ടാണ് ഞാൻ അതിലേക്ക് മെൽട്ടായി കയറിയത്. അതിനുശേഷം ലൈക്ക് ഇപ്പം ഞാൻ ഈ ഡിസംബർ 19 ആകുമ്പോൾ എനിക്ക് 2 വർഷം തികയുള്ളൂ. പക്ഷേ 1.5 വർഷമായപ്പോൾ തന്നെ അസിസ്റ്റൻറ്റ് ഹെഡ് നേഴ്സിൻ്റെ ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ എനിക്കറിയാം എനിക്ക് ഉറപ്പായിട്ടും കിട്ടത്തില്ല, കാരണം ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഫ്രഷ് ആണല്ലോ. ഇവിടുത്തെ ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും കാനഡയിൽ ഞാൻ ഫ്രഷ് നേഴ്സാണല്ലോ. അപ്പം ഞാൻ കിട്ടാൻ പോണില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ഓർത്തു ഒന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻസ് എന്താണെന്ന് കിട്ടുമല്ലോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് അടുത്ത ഇൻ്റർവ്യൂ നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ട് പോയി അറ്റൻഡ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ അസിസ്റ്റൻറ്റ് ഹെഡ് നേഴ്സിൻ്റെ പോസ്റ്റ് വന്നപ്പോഴത്തേക്ക് അത് അപ്ലൈ ചെയ്തു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോടി, ഞാനിവിടെ പുറത്ത് നിന്ന് കാറിലിരുന്ന് കൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുവാണെന്ന് പറഞ്ഞു. നീ ധൈര്യമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു. ആ സമയത്ത് ഞങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആയുധമാണ്. ഈ കൊന്ത പിടിച്ചുകൊണ്ട് എവിടെ വേണമെങ്കിലും കയറി ചെല്ലാം എന്നുള്ളൊരു ആയുധത്തോടെയാണ്, ഒരു മനസ്സോടെയാണ് നമ്മൾ എവിടെയും കയറി ചെല്ലുന്നത്. അപ്പോൾ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അസിസ്റ്റൻറ്റ് ഹെഡ് നേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ പൊതുവേ ഒരു ഇച്ചിരി വെള്ളക്കാരിക്കും അങ്ങനത്തെ അങ്ങനെയൊക്കെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. നല്ല ഇംഗ്ലീഷൊക്കെ നല്ല ഫ്ലുവൻ്റായി പറയുന്ന ആൾക്കാർക്കൊക്കെയാണ് ആ പോസ്റ്റ് കിട്ടുന്നത് തന്നെ. ആ നഴ്സിംഗ് കൗണ്ടറിലൊക്കെ ഇരിക്കുമ്പോൾ നല്ല ഒരു ഇതോടെയൊക്കെയാണ് ഇരിക്കണേ. അപ്പോൾ ആ സമയത്താണ് ഞാൻ കയറി ചെല്ലണത്. അപ്പം ഞാൻ കയറി ചെല്ലണ വേറെ ഒന്നും ഓർത്തും കൊണ്ടല്ല, ഞാൻ എൻ്റെ ഈശോ അപ്പച്ചൻ്റെ മോളാണ്, ഞാൻ ഒരാളെക്കാളും കുറവല്ല എന്നുള്ള ഒരു പൂർണ്ണ മനസ്സോടുകൂടിയാണ് ഞാൻ കയറി ചെല്ലാൻ പോണത്. അപ്പോൾ ഡോറിലേക്ക് നോക്ക് ചെയ്യണതിന് മുമ്പ് തന്നെ ഏഷ്യ 45:2-3 ആണ് ഞാൻ പറയണേ. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പുലകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ